നമസ്കാരം. കഥകളുടെ കാലത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നും എന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് പുരാണ കഥകൾ. എന്നാൽ ആ കഥകൾ ശിലകളിൽ വിരിഞ്ഞ ഒരു അത്ഭുതത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ന് നമ്മൾ പോകുന്നത് കർണാടകയിലെ ബേലൂരിലേക്കാണ്. 103 വർഷം കൊണ്ട് പണിതീർത്ത, യുദ്ധങ്ങളെ അതിജീവിച്ച, ഓരോ ശിലയിലും രാമായണവും മഹാഭാരതവും ഒളിപ്പിച്ചു വെച്ച ചെന്നകേശവ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്കും അതിൻ്റെ ചരിത്രത്തിലേക്കും നമുക്കൊന്ന് കണ്ണോടിക്കാം. കർണാടകയിലെ ഹാസൻ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന 12ാം നൂറ്റാണ്ടിലെ പ്രശസ്തമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ബേലൂർ ചെന്നകേശവ ക്ഷേത്രം. കേശവ, വിജയനാരായണ എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നു. ഹൊയ്സാല രാജവംശത്തിൻ്റെ ആദ്യകാല തലസ്ഥാനമായിരുന്ന ബേലൂരിൽ യഗാച്ചി നദിക്കരയിൽ വിഷ്ണുവർദ്ധന മഹാരാജാവാണ് ക്രിസ്തുവർഷം 1117 ഈ ക്ഷേത്രം നിർമ്മിച്ചത്. 3 തലമുറകളിലായി ഏകദേശം 103 വർഷം നീണ്ടുനിന്ന കഠിനമായ പരിശ്രമത്തിനൊടുവിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. ചരിത്രത്തിലുടനീളം യുദ്ധങ്ങളിലും മറ്റും പലതവണ തകർക്കപ്പെട്ടെങ്കിലും വീണ്ടും പുതുക്കിപ്പണിയുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. വിഷ്ണുവിൻ്റെ അതിമനോഹരമായ ഭാവത്തെയാണ് ചെന്നകേശവ, മനോഹരനായ കേശവൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. വൈഷ്ണവ വിശ്വാസികൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഈ ക്ഷേത്രം ഇന്നും സജീവമായ ഒരു ആരാധനാ കേന്ദ്രമാണ്. ക്ഷേത്രത്തിലെ അതിസങ്കീർണമായ കൊത്തുപണികളും ശില്പങ്ങളും ലോകപ്രശസ്തമാണ്. രാമായണം, മഹാഭാരതം, പുരാണങ്ങൾ എന്നിവയിലെ കഥകൾ ചുവരുകളിൽ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. കൂടാതെ 12ാം നൂറ്റാണ്ടിലെ ജനജീവിതം, നർത്തകർ, സംഗീതജ്ഞർ എന്നിവരെയും ശില്പങ്ങളിലൂടെ കാണാൻ സാധിക്കും. ഇതൊരു വൈഷ്ണവ ക്ഷേത്രമാണെങ്കിലും ശൈവ, ശാക്തേയ സങ്കല്പങ്ങൾക്കും ഇവിടെ തുല്യ പ്രാധാന്യമുണ്ട്. ജൈനമതത്തിലെ തീർത്ഥങ്കരന്മാരുടെയും ബുദ്ധൻ്റെയും ശില്പങ്ങൾ ഇവിടെ കാണാമെന്നത് ഹൊയ്സാല കാലഘട്ടത്തിലെ മതസഹിഷ്ണുതയുടെ അടയാളമാണ്. 2023 യുനെസ്കോ ഈ ക്ഷേത്രത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ബേലൂരിലെ ചെന്നകേശവ ക്ഷേത്രം, ഹാലേബിഡുവിലെ ഹൊയ്സാലേശ്വര ക്ഷേത്രം, സോമനാഥപുരയിലെ കേശവക്ഷേത്രം എന്നിവയെ ചേർത്താണ് സെക്രഡ് എൻസെംബ്ലസ് ഓഫ് ദ ഹൊയ്സലാസ് എന്ന പേരിൽ ഈ പദവി നൽകിയത്.